കണ്ടാൽ നാലും ഒരുപോലെ തോന്നും. പക്ഷെ നാലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലേക്കൊക്കെ ആപ്റ്റ് ആയതാണ് ടിഷ്യൂ സിൽക്കിൽ. നമ്മൾ ആ ഒരു ഓഫ് വൈറ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓഫ് വൈറ്റ് അല്ല, നമ്മൾ ആ ഒരു കേരള ക്രീം വരില്ലേ, അതിൽ ആ ടിഷ്യൂ അതിൽ നല്ലൊരു ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ട് യോക്കിനെ നല്ല ഭംഗിയാക്കാൻ ഒരു ബുട്ടി വർക്ക്, ഒരു എംബ്രോയിഡറി വർക്ക്, ത്രെഡ് വർക്ക് കൂടെ കൂടിയിട്ടുണ്ട്. ഈ ബോർഡർ ലൈനിലാണ് കളർ ഡിഫറൻസ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ടോപ്പ് എല്ലാം 2.4 മീറ്റേഴ്സ്, ബോട്ടം 2.4 മീറ്റേഴ്സ്, ദുപ്പട്ടൻ 2.25 മീറ്റേഴ്സ്, 2.15, 2.20, 2.4 മീറ്ററാണ് കഷ്ടിയുള്ളത് കേട്ടോ. റേറ്റ് വരുന്നത് 1980, 1980 രൂപ. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ സ്ക്രീൻഷോട്ട് ശ്രദ്ധിച്ചെടുക്കണം, കാരണം കുറച്ച് വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഒന്നല്ലെങ്കിൽ ഒന്നെടുത്താലും നമുക്ക് കുഴപ്പമില്ല. സെറ്റ് ഇതാ വരുന്നത്. ഓരോന്നും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു സൈഡ് ദുപ്പട്ടയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ബാക്കി എല്ലാ കോമൺ കളേഴ്സും വരുന്നുണ്ട്, എന്നാൽ കുറച്ച് വ്യത്യാസം ഉണ്ട് താനും. ആ പ്ലെയിൻ പോർഷൻ വരുന്ന എല്ലാം സെയിം. ഫ്രണ്ടിൽ ഇതുണ്ടോ, നല്ല ലാവിഷായിട്ട് ഫാബ്രിക് പെയിന്റ് എല്ലാം ചെയ്ത് നല്ല ഭംഗി. അതിലെല്ലാം നല്ലൊരു ബുട്ടി വർക്കും ഉണ്ട് കേട്ടോ. നല്ലൊരു ഫ്രഞ്ച് നോട്ട് പോലെ അതിൻ്റെ അകഭാഗം കണ്ടു, ഇങ്ങനെ ആ ത്രെഡ് വർക്ക് വന്നതിൻ്റെ അകഭാഗമാണ് വരുന്നത്. ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ. ബാക്ക് പോർഷൻ ഇതങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം സൈസ് ഉണ്ട്. 2.40 പറയുമ്പോൾ തന്നെ നമുക്ക് നോർമൽ XXL സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും. ഇനി അല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ പ്രയോഗിച്ച് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ടോപ്പ് ഇത് അങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് ഒരു റയോൺ സാൻറ്റൂൺ മിക്സ് ആയ ഒരു ഫാബ്രിക്, ഇതിന് ആപ്റ്റായ സെയിം കളറിൽ തന്നെ വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഈ ദുപ്പട്ടയുടെ ഈ കളേഴ്സ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇതിനെ ഓരോ സെറ്റിനെയും വേറെ ആക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വൺ സൈഡ് ഇടാനാണ് കേട്ടോ ഈ ദുപ്പട്ട ഉണ്ടാവുള്ളൂ. 2.20 വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ടു സൈഡ് ഇടാം. പിന്നെ ഈ ഒരു ടൈപ്പ് പാർട്ടി വെയർ നമ്മൾ ടു സൈഡ് ഇടുന്നേക്കാളും ഭംഗി ഈ വൺ സൈഡ് ഇടാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്നിങ്ങനെ ട്രൈ ചെയ്തോളൂ. ഇതാ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളർ. അപ്പോൾ അതിൽ കണ്ടോ, ഇതിലെ കളറിൽ കണ്ടോ ബോർഡറിൽ വരുന്ന വ്യത്യാസം. ഇതും കൂടെ ഒന്ന് ഒരു ക്ലോസർ വ്യൂ എടുത്ത്. ഇതിൽ വരുന്നത് ഈ ഒരു കളർ, ഇതിൽ വരുന്നത് ഈ ഒരു കളർ. ആ കളറിൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊളാക്കണില്ല. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം വരുന്നത് അങ്ങനെ വരുന്നു, സെയിം ടോൺ. ബോട്ടം എല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ട വരുന്നത് അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി ദുപ്പട്ട. രസമുണ്ട്. നെക്സ്റ്റ് വരുന്നു ബ്ലൂ അല്ലേ ഇത്, നല്ലൊരു ടീൽ ബ്ലൂ. ദുപ്പട്ടയിൽ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബാക്കി കളേഴ്സ് ആ കളർഫുൾ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന യോക്ക് 1980, 1980 രൂപ. ബോട്ടം വന്നിരിക്കുന്നത് റയോൺ സാൻറ്റൂൺ മിക്സ് ആയ വളരെ സോഫ്റ്റ് ആയ ഒരു ഫാബ്രിക്കാണ് വരുന്നത്. ആ ടൈപ്പ് ബോട്ടം ഒക്കെ ആകുമ്പോൾ ഒരു സെമി പാരലൽ ടൈപ്പ് ചെയ്യായിരിക്കും നല്ലത്. ഇങ്ങനെ വരുന്നു. അത് കണ്ടോ, ദുപ്പട്ടയിലെ കളർ ആ ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ടു സൈഡ് ഇടാൻ ഒപ്പിക്കാം, കാരണം ഇങ്ങനെ. പക്ഷേ ആ പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമ്മൾ വൺ സൈഡ് ഇടുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി വരിക. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു ബ്രാസോ കളറില്ലേ, ബ്രാസ് കളർ എന്നൊക്കെ പറയുന്ന ആ സുന്ദരി കളർ. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം വരുന്നു ആ സെയിം ഫാബ്രിക്കിൽ ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് നമ്മൾ ആ കോഫി ബ്രൗണിൻ്റെ ആ ഒരു കളർ, കോപ്പർ കളറിൻ്റെ ഡാർക്ക് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറിൽ വരുന്നു ഇങ്ങനെ.